ഇപ്പോൾ വളാഞ്ചേരിയുടെ നഗരസഭാ ചെയർമാൻ ശ്രീ അഷ്റഫ് അമ്പലത്തിങ്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അഷ്റഫ് അമ്പലത്തിങ്കൽ, നമസ്കാരം, സ്വാഗതം ന്യൂസ് 18ലേക്ക്. ഇതിപ്പോൾ വലിയ പ്രശ്നമാണ്. ഈ 7 കിലോമീറ്റർ അധികമായി സഞ്ചരിക്കേണ്ടി വരും എന്നതിനപ്പുറം ഈ കുറച്ചധികം പ്രദേശങ്ങൾ, അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ കോളേജുകൾ, സ്കൂളുകളും ഒക്കെ അടങ്ങുന്ന ഒരു പ്രദേശം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, അവിടേക്ക് വാഹന സൗകര്യം തീർത്തും ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ദുരിതത്തിലാഴ്ത്തുന്നത് നാട്ടുകാരെ, അല്ലേ? തീർച്ചയായിട്ടും എന്താ പറഞ്ഞാല്, സാധാരണ നാഷണൽ ഹൈവേ ഒരു പുതിയ റോഡ് വരുമ്പോൾ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു. നമ്മളൊക്കെ. നമ്മുടെ ഈ സമയത്ത് തന്നെ, നമ്മുടെ ഈ ജീവിതകാലത്ത് തന്നെ ഇത്രയും വലിയൊരു ഹൈവേ വരുന്നു എന്നുള്ളൊരു പ്രതീക്ഷ ആർക്കുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാവുന്ന സമയത്ത് നിലവിൽ ഉള്ള ആക്സസ് ഉണ്ടായിരുന്നത് കെട്ടി അടച്ചുകൊണ്ട് ഈ പുതിയ അലൈൻമെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ ഇതിൽ കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിൽ നിന്ന് ഈ വയഡക്ട് പാലം വരെ ഏകദേശം 3 കിലോമീറ്ററിന്റെ അടുത്ത് വരുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്, ആർട്സ് കോളേജുകളുണ്ട്, ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, മറ്റു ചെറിയ ചെറിയ വ്യവസായ സംരംഭങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വളാഞ്ചേരിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിലവിൽ ഈ വയഡക്ട് പാലത്തിലൂടെ ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ച് വീണ്ടും തൃശ്ശൂർ റോഡിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് എത്താൻ ഏകദേശം 1 കിലോമീറ്റർ വന്ന് വീണ്ടും ഇവർ ഈ സ്ഥലത്ത് എത്താൻ 4 കിലോമീറ്ററോളം വരുന്ന ഒരു സിറ്റുവേഷൻ. ടോട്ടല് 8 കിലോമീറ്ററിന്റെ അടുത്ത് ഇവർക്ക് ഈ പ്രദേശത്തേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക. മാത്രമല്ല, കാസർഗോഡ് നിന്നും ആരംഭിച്ച തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഈ നാഷണൽ ഹൈവേ പുതിയ റോഡ് ഇവിടെ സാധാരണ ടോൾ ഉള്ള സമയത്ത് മാത്രമാണ് ടോൾ പിരിവ് കേന്ദ്രത്തിന്റെ സമയത്ത് മാത്രമാണ് സർവീസ് റോഡ് റദ്ദാക്കുന്നത്. ബാക്കിയുള്ള ഒരു പ്രദേശത്തും സർവീസ് റോഡ് റദ്ദാക്കുന്ന സ്ഥിതിവിശേഷം ഇല്ല. ശ്രീ അഷ്റഫ്, ഇവിടെ NHA പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ സർവീസ് റോഡ് തുറന്നു നൽകുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായ അപകടങ്ങൾ അവിടെ സംഭവിക്കും. അതൊരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഒരു ചെറിയ കുന്നുപോലത്തെ പ്രദേശമാണ്. അവിടെ മണ്ണ് ഇടിച്ച് ഈ റോഡ് പണിഞ്ഞാൽ പിന്നീട് ഈ മഴ പെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ അപകടത്തിലേക്ക് നീങ്ങിയേക്കാം. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സർവീസ് റോഡ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നതാണ്. ഈ കാരണങ്ങളെ, ഈ വിശദീകരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് താങ്കൾ? നേരത്തെ ഇവിടെ അക്കിഷക്കാടിന്റെ ഒരു കുന്നിന്റെ നെടുകെ പിളർത്തിക്കൊണ്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ ഇപ്പോഴത്തെ റോഡ് പോകുന്നത്. ആ സമയത്ത് അതിന്റെ ഫയലിൽ വ്യക്തമായിട്ടും സോയിൽ ടെസ്റ്റ് ഉറപ്പാണ്, മണ്ണ് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുണ്ട്. നാഷണൽ ഹൈവേയുടെ റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് സോയിൽ ടെസ്റ്റിന് അനുകൂലമാവുകയും സർവീസ് റോഡ് വരുന്ന സമയത്ത് അത് സോയിൽ ടെസ്റ്റ് അനുകൂലമല്ല, മണ്ണ് ഇടിയും എന്നുള്ളതൊക്കെ അത് ഈ റോഡ് വരാതിരിക്കാനുള്ള ഒരു കാരണം മാത്രമാണ്. കാരണം സർവീസ് റോഡിലൂടെ ഇപ്പോൾ നിലവിലുള്ള നാഷണൽ ഹൈവേയുടെ ഈ റോഡ് ഈ NH റോഡിലൂടെ തന്നെ ആളുകൾക്കും ഇതേ പ്രശ്നം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതില്ലല്ലോ. കാരണം മാത്രമല്ല, ആ സമയത്ത് ഈ കുന്നിടിച്ച് മണ്ണും അതുപോലെ കല്ലും ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് സോയിൽ ടെസ്റ്റ്, അതായത് മണ്ണ് ഇടിയില്ല എന്നുള്ള അനുകൂല റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സർവീസ് റോഡ് മാത്രം അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഒരു ഏകദേശം 150-200 മീറ്റർ വരെയുള്ള ബന്ധിക്കുന്ന ഈ സ്ഥലത്ത് മാത്രമാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇതിലും ഉയർന്ന പ്രദേശങ്ങളിൽ നമുക്ക് സർവീസ് റോഡുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ പുതിയ ടെക്നോളജി അനുസരിച്ച് കൊണ്ടൊക്കെ അത്തരം പ്രശ്നങ്ങളൊക്കെ മുകളിൽ നിന്നും കുറച്ചു ഉയരം കുറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രശ്നമൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഡയറക്ടർ ശ്രീ അരുൺ ഇവിടെ സന്ദർശിച്ചപ്പോഴും അദ്ദേഹം ആശ്ചര്യപ്പെടുകയാണ് ഉണ്ടായത്. കാരണം എന്താണ് സർവീസ് റോഡ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുന്നത്? മാത്രമല്ല, ഇതിന് അടിയിലുള്ള മേൽപ്പാലം തുടങ്ങുന്നതിന്റെ അടിയിൽ സർവീസ് റോഡ് വന്നു കിടക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഈ സർവീസ് റോഡ് ബന്ധിക്കേണ്ടേ? ആളുകളുടെ ഒരു യാത്രാ സൗകര്യം, നിലവിലുണ്ടായിരുന്ന യാത്രാ സൗകര്യം നിഷേധിച്ചു കൊണ്ടായിരിക്കല്ലോ പുതിയ നാഷണൽ ഹൈവേയുടെ പുതിയ റോഡ് വരേണ്ടത്. ശ്രീ അഷ്റഫ്, ഈ കാരണങ്ങളൊക്കെ മുൻനിർത്തി ഈ സർവീസ് റോഡ് വേണ്ട എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അധികൃതർ എങ്കിൽ മറ്റൊരു ബദൽ മാർഗം നിർദ്ദേശിക്കാനുണ്ടോ അവിടുത്തെ നാട്ടുകാരായ പ്രതിനിധികളായ നിങ്ങൾക്ക്? അല്ല, തീർച്ചയായിട്ടും അതിനാണ് അവിടെ സർവകക്ഷി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ
ഈ സർവീസ് റോഡ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സന്നദ്ധ സംഘടനകൾ, പ്രവർത്തകന്മാരൊക്കെ ഒരു പ്രതിഷേധ കൂട്ടായ്മക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിന്റെ ഒന്നാം ഘട്ടം എന്നുള്ളവർക്ക് ഒരു പ്രതിഷേധ സായാഹ്നം ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു. അതിലുള്ള ജനപങ്കാളിത്തം അവിടെ വന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നതാണ്. ബന്ധപ്പെട്ട അധികാരികളിലും ഇത് എത്തിയിട്ടുണ്ട്. മാത്രമല്ല KNRC അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്, ഞങ്ങൾക്കൊരു സാങ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞങ്ങൾ ഈ സർവീസ് റോഡിന്റെ പ്രവൃത്തി ആരംഭിക്കും. അവരിതിലും പിന്നെ പ്രയാസമുള്ള സാഹചര്യങ്ങളിലൊക്കെ അവര് സർവീസ് റോഡുകൾ ഇതിനകം തന്നെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അപ്പോ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു കൺസെന്റ് കിട്ടും മുറക്ക് ഇത് ഈ പ്രവൃത്തി ചെയ്യാമെന്ന് KNRC അധികൃതരും വ്യക്തം. തീർച്ചയായിട്ടും ചെറിയൊരു എമൗണ്ടിന്റെ വിഷയങ്ങൾ ഉണ്ടാവും എങ്കിൽ പോലും വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം, വളാഞ്ചേരി മാത്രമല്ല സമീപ പ്രദേശം എടയൂർ പഞ്ചായത്തിലേക്കുള്ള കറക്റ്റ് ശരിയായ ഒരു ആക്സസ് ആണ് ഈ ആക്സസ്. അപ്പൊ അത് തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഓക്കെ. വളരെ നന്ദി ശ്രീ അഷ്റഫ്, ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. വളാഞ്ചേരിയുടെ നഗരസഭാ ചെയർമാനാണ് നമുക്കൊപ്പം ചേർന്നത്.